കോവൈ തടാകത്തിൽ കണ്ടുവരുന്ന വർണ്ണക്കൊക്ക് എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കേട്ടോ ഇത്. പെയിൻറ്റഡ് സ്ട്രോക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൻ്റെ ഒരു പ്രതിമ, സ്റ്റാറ്റ്യൂ ഈ തടാകത്തിൽ ഇഷ്ടംപോലെ കാണും കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് കണ്ടിരുന്നു വർണ്ണക്കൊക്കിന്. ഉക്കടം ലേക്ക് അല്ലെങ്കിൽ പെരിയക്കുളം എന്നറിയപ്പെടുന്ന ലേക്കാണ് കേട്ടോ അത്. കോയമ്പത്തൂരിലെ ഉക്കടം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ലേക്കാണിത്. ആ പശ്ചാത്തലത്തിൽ കാണുന്ന മലനിരകളിൽ അത് ശരിക്കും വെള്ളിയാങ്കിരി മലനിരകളാണ് കേട്ടോ. കോയമ്പത്തൂരിലെ വെള്ളിയാങ്കിരി മലനിരകളാണിത്. ഇതാ ഭംഗി നോക്കുമോ, നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. വർണ്ണക്കൊക്കിനെ കാണണ്ടേ ലൈവായിട്ട്? അതാ കാണുന്നതാണ് കേട്ടോ വർണ്ണക്കൊക്ക്. സൂം ചെയ്യാം. ഇതേ കാണുന്നത് ഇതാണ് വർണ്ണക്കൊക്ക്. തൊട്ടടുത്ത് നമ്മുടെ നാടൻ കൊക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ ലേക്കിൽ ഒരുപാട് കാണും ഈ വർണ്ണക്കൊക്കുകൾ. പെയിൻറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഭാഗം. ഇതാണ് ഡാർട്ടർ എന്ന് പറയുന്ന പരുന്തിൻ്റെ സ്റ്റാച്യു. ഡാർട്ടർ പരുന്ത് പറക്കണം കേട്ടോ. ഡാർട്ടർ ആളുകൾ ബോട്ട് സഫാരി നടന്ന കേട്ടോ. അങ്ങോരെ പെഡൽ ബോട്ടിംഗ് ആണ് കേട്ടോ. അവർ പെഡൽ ബോട്ട് ചവിട്ടി ഇങ്ങെത്തി ഈ ഭാഗത്തൊക്കെ എത്തി കേട്ടോ. ഇവിടെ കുടുങ്ങുമോ ആ കാട്ടിനകത്ത്? കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലല്ല, തിരിഞ്ഞോട്ടാ. ഡ്രൈവിംഗ് ഒക്കെ അറിയാം. ആ പെഡൽ ബോട്ടിങ് ചവിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷികളുടെ ചാകരയാണ് നമ്മുടെ ലേക്കിൽ, കോവൈ ലേക്കിൽ. ഇതേതാണിത്? ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെലിക്കൺ ഇവിടെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, കാണുമായിരിക്കും. ഇതാണ് പെലിക്കൻ്റെ സ്റ്റാച്യു. ഇത് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ. ഇതാണ് ഉക്കടം മെയിൻ റോഡ്. ഉക്കടം ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തായിട്ടാണ് ഉക്കടം. ഐസ്ക്രീം കഴിച്ചാലോ? അയ്യോ, നല്ല സൗണ്ടാണ് കേട്ടോ. ഐസ്ക്രീം എടുക്കുക. എവളും ചാടിപ്പോയി. ഈ പാർക്കിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ആംഫി തിയേറ്റർ ഉണ്ടെന്നറിഞ്ഞു. അപ്പം അതും കൂടി കണ്ടിട്ട് പോകാം എന്ന് കരുതിയാണ്. ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആംഫി തിയേറ്റർ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെന്ന് നോക്കാം എന്താ സംഭവം. 25 രൂപയ്ക്കൊരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തോ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എടാ, എങ്കടാ ആംഫി തിയേറ്റർ? ദിസ് ഈസ് ദ എൻഡ് ഐ ഹോപ്പ്. ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ എവിടെ ആംഫി തിയേറ്റർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. എന്താണ് ഈ സംഭവം? ആംഫി തിയേറ്റർ ഏതാണ്ടൊരു നാടക കളരിയോ ഗോതയോ അങ്ങനെ എന്താണ്ട്, രംഗഭൂമി അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. ഞാനൊന്നും കാണുന്നില്ല ഇവിടെ. എനിക്കൊന്നും ഇതാണ് ഇതിൻ്റെ എൻഡെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് എവിടെയാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഈ വെയിലത്ത് വെറുതെ നടന്ന് മിച്ചം. ഒരാളെന്തോ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. മീനാന്ന് തോന്നുന്നു. കഷ്ടം തന്നെ ശരിക്കും. അതെന്താണ്? മീനാണെന്ന് തോന്നുന്നു കേട്ടോ. ചോദിച്ചൊക്കെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട്. വലിയ ആഴൊന്നുമില്ല കേട്ടോ ഇതിന്. ചില സ്ഥലങ്ങളിൽ മാത്രം തോന്നുന്നു. മീനില്ല കേട്ടോ.
മീനില്ല. ആ ഉണ്ട് കേട്ടോ. എന്താ മീനമ്മ? എന്താ മീനത്? സരക്ക് ഉണ്ട് കേട്ടോ. വേണ്ട വേണം. മീനുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് മീനൊക്കെ പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. എന്ന് കരുതി നിങ്ങളാരും മീൻ വന്ന് പിടിക്കേണ്ട. ആടെ ബോർഡ് വെച്ചിരിക്കുന്നത് മീൻ പിടിക്കരുത് വിത്തൗട്ട് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് ചിലപ്പോൾ പെർമിഷനൊക്കെ കാണും, ഈ ഭാഗത്ത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം നിങ്ങളൊന്നും വന്ന് മീൻ പിടിച്ചേക്കരുത് കേട്ടോ. വാഴ കൃഷിയുണ്ടോ? നോക്കത്താ ദൂരത്തേക്കുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഈ വാഴക്കുലകളൊക്കെയാണ് പഴുത്തെഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ഓണത്തിന് വരുന്നത്. കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. പുള്ളി അവിടെ ജോലി എടുക്കുന്നുണ്ട് തോട്ടത്തിൽ. അതൊക്കെ വെട്ടാറായി തോന്നുന്നു അങ്ങ് അപ്പുറത്തുള്ളത്. ഇതിപ്പം വെച്ചിരിക്കുകയാണ്. അപ്പം സ്വന്തമായിട്ട് വാഴ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥകൾ.